രേഖാചിത്രം എന്ന് പറയുന്ന ആസിഫ് അലി മൂവി തിയേറ്ററിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇന്നലെ എൻ്റെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരു കമൻസ് കണ്ടത്. അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എടാ ഇജി മമ്മൂക്ക പ്രസൻസ് ഉള്ളത് കൊണ്ടല്ലേ രേഖാചിത്രം എന്ന മൂവിയെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ബ്രോ, നമ്മൾ ഒരു സിനിമയെയും അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാറില്ല. നല്ല സിനിമകളെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ തന്നെ ഏത് സിനിമയാണ് തിയേറ്ററിൽ നല്ലതായി വന്നിട്ടുള്ളത് ഈ ഒരു 2024? ഇപ്പോൾ മലൈക്കോട്ടെ വാലിബനും ഇപ്പോൾ ലാസ്റ്റ് റിലീസായ ബറോസ് എന്ന് പറയുന്ന മൂവിയും ഞാൻ നെഗറ്റീവ് പറയാനുള്ള പ്രധാന കാരണം അത് ഡീഗ്രേഡിംഗ് അല്ല, ആ സിനിമ മോശമായത് കൊണ്ടാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ തന്നെ അവസാനം ഹിറ്റായ നേര് എന്ന് പറയുന്ന സിനിമ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്ത മൂവിയാണ്. ഗംഭീര മൂവിയാണ് അത്. ഇപ്പോൾ ഏത് സിനിമയാണെങ്കിലും നമ്മൾ നല്ലതാണെങ്കിൽ ആ ഒരു സിനിമയെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. രേഖാചിത്രം മൂവി സൂപ്പർ മൂവിയാണ്, അതുകൊണ്ടാണ് ആ ഒരു സിനിമയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഡിസംബർ മാസത്തിൽ റിലീസായ മാർക്കോ എന്ന് പറയുന്ന സിനിമയെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി തിയേറ്ററിൽ എത്താനിരിക്കുന്ന ലാലേട്ട മൂവി തുടരും. ആ ഒരു സിനിമ ഗംഭീര മൂവിയാണെങ്കിൽ ആ ഒരു സിനിമയെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. സിനിമ മോശമാകുമ്പോൾ ആ ഒരു സിനിമയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പ്രേക്ഷകരോട് പറയാൻ നിർബന്ധിതരാവുകയാണ്. അല്ലാതെ ഒരു സിനിമയെ നമ്മൾ ഡിഗ്രേഡ് ചെയ്യുകയല്ല. ഇപ്പോൾ മലൈക്കോട്ടെ വാലിബനും ബറോസ് മൂവിയും ഗംഭീര സിനിമ, സൂപ്പർ സിനിമ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനടിയിൽ വരുന്ന കമന്റ്സ് ഒക്കെ എങ്ങനെയുള്ളതാവും? പിന്നെ അതിൽ കാര്യമില്ല, സിനിമ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയും. ഇപ്പോൾ ജനുവരി 30 തിയേറ്ററിൽ എത്തുന്ന തുടരും നല്ല പ്രതീക്ഷയുള്ള മൂവിയാണ്. തരുൺമൂർത്തിയാണ് ആ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ശോഭന ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ നല്ലതായി കഴിഞ്ഞാൽ നല്ലത് എന്ന് തന്നെ പറയും. അല്ലാതെ ആ ഒരു സിനിമ നല്ലതായിട്ട് ഞാൻ അതിനെ മോശം സിനിമയാണെന്ന് ഒന്നും പറയില്ല. അപ്പോൾ ജെനുവിനിറ്റി ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോ കാണാൻ പ്രേക്ഷകരുണ്ടാവുമോ? അപ്പോൾ 90% പ്രേക്ഷകർക്ക് എന്താണോ ഒരു സിനിമ തോന്നുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു സിനിമ ഇഷ്ടമായി, ബാക്കിയുള്ള 99 പേർക്കും ഒരു സിനിമ ഇഷ്ടമായില്ലെങ്കിൽ ആ ഒരു സിനിമ വന്നിട്ട് ആ ഒരാളുടെ ഇഷ്ടം മാനിച്ച് ഞാൻ ആ ഒരു സിനിമ നല്ലതാണെന്ന് ഒരിക്കലും പറയില്ല. മെജോറിറ്റി ഓഡിയൻസിന് ഒരു സിനിമ എങ്ങനെയാണോ കണക്റ്റ് ആയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. ഇപ്പോൾ രേഖാചിത്രം എന്ന് പറയുന്ന മൂവി നല്ല രീതിയിലാണ് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കളക്ഷനിലേക്കൊക്കെ ആ ഒരു സിനിമയ്ക്ക് ആദ്യ ദിവസം ചേക്കേറാൻ സാധിച്ചത്. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ചയും നാളെ ശനിയാഴ്ചയൊക്കെ ഈ ഒരു സിനിമയെ കാത്ത് വലിയ കളക്ഷനാണ് കാത്തു നിൽക്കുന്നത്. ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രേഖാചിത്രം എന്ന് പറയുന്ന മൂവി തന്നെയാണ്. മലയാളത്തിൽ നല്ലതല്ലാത്ത സിനിമകളെ ഞാൻ എപ്പോഴെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതേപോലെ ജിനു എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.